നമസ്കാരം. ഹൈപ്പർ മൈൻഡ് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒക്ടോബർ 15 മുന്നേ തന്നെ നമ്മുടെ ബാക്കപ്പ് എടുത്ത് വെക്കണം എന്നുള്ളത്. നമ്മൾ ഓൾറെഡി സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡി കൊടുത്ത് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യാത്തവരും ഒരുപാടുണ്ട്. അതുകൊണ്ട് ഹൈപ്പർ മൈൻഡ് ടീം പറഞ്ഞേക്കുന്നത് ഒക്ടോബർ 15 മുന്നേ തന്നെ ബാക്കപ്പ് ചെയ്യണം. അപ്പം ബാക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മിക്കവർക്കും അറിയില്ല. എന്തിനാ ബാക്കപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ ശേഖരിച്ച് വെച്ചേക്കുന്ന കോയിൻ എന്തെങ്കിലും പുതിയ അപ്ഡേഷനോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷനോ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമുക്കത് മിസ്സാകാതിരിക്കാൻ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പം എല്ലാവരും ഇത് ദയവായിട്ട് ചെയ്യണം. ചെയ്യാത്തവർ മിക്കവരും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇമെയിൽ ബാക്കപ്പും സീഡ് ഫേസ് ബാക്കപ്പും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഈ വീഡിയോ കാണിച്ചു തരാം. ഫസ്റ്റ് നെക്സസ് ഐ ഡി ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ പേജ് എടുക്കുക. വീഡിയോയിൽ കാണുന്നതൊക്കെ തന്നെ ആരോ കാണിക്കുന്നത് പ്രൊഫൈൽ പേജ് എടുത്തിട്ട് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുമ്പം ഓൾറെഡി നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ച് അത് ക്ലൗഡ് ബാക്കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അത് ഇമെയിൽ ഐ ഡി വെച്ച് ബാക്കപ്പ് ചെയ്യുന്നതാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ. ചെയ്യാത്തവർ അത് എനേബിൾ ചെയ്യുമ്പോൾ ഈ ഇമെയിൽ ഐ ഡി ഏതാണെന്ന് ചോദിക്കും. അതിന് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് അടിച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്കപ്പ് കംപ്ലീറ്റ് എന്നും പറഞ്ഞ് വരും. അത് ഓക്കെ ആകുമ്പോൾ ആ ഇമെയിൽ ഐ ഡിയുടെ കഴിയും. സീഡ് ഫേസ് ബാക്കപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അതായത് അതിൻ്റെ ഏറ്റവും താഴെ കണ്ടോ, താഴെ സീഡ് ഫേസ് ബാക്കപ്പ് എന്നുണ്ട്. അത് പ്രസ് ചെയ്യുക. അത് കഴിയുമ്പോൾ ബാക്കപ്പ് എന്നുള്ളത് വരും. ബാക്കപ്പ് കൊടുക്കുക. സീഡ് ഫേസ് ബാക്കപ്പ് എന്ന് പറഞ്ഞ് വരും. അത് ടിക്കാണോ നോക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിയുമ്പോൾ 12 ലെറ്റർ വരും. 12 ലെറ്റർ, അതായത് ഓരോരോ വാക്കുകളായിട്ടാണ്. ഇംഗ്ലീഷിലെ പല വാക്കുകളായിട്ട് 12 വാക്കുകൾ വരും. അത് ഓരോ ക്രമത്തിൽ 1, 2, 3 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 12 വാക്കുകൾ. അതാണ് നമ്മുടെ സീഡ് ഫേസ് കോഡ്. ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കാമെന്നുള്ള എഴുതി വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തും ബാക്കപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത് ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വേണ്ടിയുള്ള ഒരു ബാക്കപ്പ് കോഡാണ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിയുമ്പോൾ വെരിഫിക്കേഷൻ കാണിക്കും. അതായത് 4 കോളം കാണിക്കും. ആ 4 കോളത്തിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ലേ 12 വാക്കുകൾ, അതിനകത്ത് 4ാമത്തെ വാക്ക് ഏതാണെന്ന് നോക്കിയിട്ട് ആ വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതേപോലെ 6ാമത്തെ വാക്ക് ഏതാണെന്ന് ഫസ്റ്റ് നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്ന എടുത്ത് നോക്കിയിട്ട് അതും ഇവിടെ ടൈപ്പ് ചെയ്യുക. എങ്ങനെയാണോ ടൈപ്പ് ചെയ്തേക്കുന്നത് അതേ രീതിയിൽ, എല്ലാം സ്മോൾ ആണെങ്കിൽ സ്മോൾ, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ, അത് നോക്കിയിട്ട് അങ്ങനെ 4 കോളത്തിലും എത്രാമത്തെ നമ്പറിൽ എന്നൊക്കെ വാക്കുകളാണെന്നുള്ളത് കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ കണ്ടിന്യൂ എന്നും പറഞ്ഞ് കൊടുക്കുക. ഐ അണ്ടർസ്റ്റാൻഡ്, കണ്ടിന്യൂ എന്നും പറഞ്ഞ് കൊടുക്കുക. അതൊരു 30 സെക്കൻഡ് കഴിയുമ്പോൾ അതും കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിയുമ്പോൾ ബാക്കപ്പ് കംപ്ലീറ്റ് എന്നും പറഞ്ഞ് വരും. ഡണ്ണ് കൊടുക്കുക. കംപ്ലീറ്റ് എന്ന് എഴുതി കാണിച്ച് ഡണ്ണ് കൊടുത്താലേ അത് ബാക്കപ്പ് ആകത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും എററോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചെയ്താലും നമുക്കിത് ബാക്കപ്പ് എടുക്കണം. ആ ബാക്കപ്പ് എടുക്കണമെങ്കിൽ ഇമെയിലിൻ്റെ 2 ഓപ്ഷനുണ്ട്. ഇമെയിൽ വഴിയും ബാക്കപ്പ് എടുത്ത് വെക്കണം, സീഡ് ഫേസ് വഴിയും ബാക്കപ്പ് എടുത്ത് വെക്കണം. ഈ 2 കാര്യങ്ങളും ചെയ്യാം. ഓക്കെ.